പ്രണാമം ആത്മപ്രണാമം. അജ്ഞാനമാം ഇരുൾ വീഴുന്ന വീതിയിൽ ജ്ഞാനദീപങ്ങളായി വഴികാട്ടി നിങ്ങൾ ദീപ്തമാം പാതയിൽ കാലിടറാതെ നേർവഴി കാട്ടി നയിച്ചതും നിങ്ങൾ ഗുരുനാഥരെ. ജന്മസൗഭാഗ്യമേ ഇരുകൈകൾ കൂപ്പി നിന്നൻ പ്രണാമം. അറിവിൻ്റെ ആദ്യാക്ഷരങ്ങളാൽ ജീവനിൽ ഹരിശ്രീ എഴുതിച്ച ഗുരുവേ പ്രണാമം. അകക്കണ്ണു തുറന്നന്ധകാരമകറ്റിയ ഗുരുനാഥരെ നിങ്ങൾക്കാത്മപ്രണാമം ആത്മപ്രണാമം. പ്രിയമുള്ള പെൻഷൻ സുഹൃത്തുക്കളെ, ഇന്ന് 34ാമത് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുകയാണ് നമ്മൾ. എല്ലാ വർഷവും നമ്മൾ ആദരിക്കുകയും 80 വയസ്സ് തികഞ്ഞിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ ആദരിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് നമ്മൾ ചെയ്യാറുള്ളത്. 60 വയസ്സിന് മേളിലേക്കുള്ള നമ്മളുടെ വനിതകൾ, വയോജനങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ 70 വയസ്സ് കഴിഞ്ഞ ആളാണ്. ഞാൻ ഇപ്പോഴും വനിത തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വയോജനം എന്ന് പറയാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല. എന്തുതന്നെയായാലും നമ്മൾ ഈ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. 80 വയസ്സ് കഴിഞ്ഞവരെയാണ് നമ്മൾ ആദരിക്കുന്നത്. ഞങ്ങളുടെ കണ്ണംകുളങ്ങര യൂണിറ്റിൽ നിന്ന് തന്നെ 12 പേരാണുള്ളത്. അതും കൂടുതൽ സ്ത്രീകളാണ്. 11 സ്ത്രീകളാണ്, ഒരു പുരുഷനും. അങ്ങനെയാണ് നമ്മളുടെ ഉള്ളത്. പിന്നെ വയോജന ദിനം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രായമായവരെ സംരക്ഷിക്കുക, ഇതൊക്കെ തന്നെയാണ്. അവർക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള സന്തോഷം കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതും പറയുന്നതും. പക്ഷേ പ്രവൃത്തിയിൽ അത് എത്രത്തോളം അത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്, അല്ലേ? ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് സ്നേഹാലയം അല്ലെങ്കിൽ നമ്മൾ ഓരോരോ പേരിട്ടുകൊണ്ട് തന്നെ ഈ പ്രായമായവരെ നോക്കാൻ സാധിക്കാത്തവരെ കൊണ്ടുപോയി വിടുന്ന ഒരു പ്രവർത്തനമാണ് ഇന്നിപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. കാരണം പ്രായമായവരെ വീട്ടിൽ സംരക്ഷിക്കാനായിട്ട് മക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കൾക്കോ സമയവും സാഹചര്യങ്ങളും ഇല്ലാത്തൊരു സാഹചര്യം കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകൾ പ്രായമായ വീട്ടിൽ ഒറ്റപ്പെട്ട് ഇരിക്കുന്നത്. അതിന് നമ്മൾ സായം പ്രഭ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതിയുമായിട്ടാണ്, നമുക്കറിയാം നമ്മുടെ സർക്കാർ അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ 60 വയസ്സിന് മേലെ ഉള്ള സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അവരൊത്തുചേരാനും അവരുടെ സായം സന്ധ്യകളിൽ ചെയ്യാവുന്ന അവർക്ക് പറ്റുന്ന പ്രവർത്തനങ്ങൾ. പലരും പ്രായമാകുമ്പോഴാണ് അവരുള്ള കലകളൊക്കെ പുറത്തേക്ക് വരുന്നത്. കലാകാരന്മാരും കലാകാരികളായിട്ടുള്ള ആളുകളുണ്ടാവും. അവരുടെ ബുദ്ധിമുട്ടുകളും മാനസിക പ്രശ്നങ്ങളെല്ലാം പരസ്പരം പറയാനും ഒക്കെ ഉള്ളൊരു സന്ദർഭം കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഈ ഒരു വീടുകൾ, സ്നേഹവീടുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളുണ്ട്, സർക്കാരിൻ്റെ അധീനതയിലുള്ള സ്ഥലങ്ങളുമുണ്ട്. അങ്ങനെ ജനക്ഷേമപരമായിട്ടുള്ള പ്രായമായവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് സ്വാഗതമാണ്. ഇന്ന് നമ്മളുടെ ഈ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന നമ്മളുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള ശ്രീമതി MD ഗ്രേസ്, സൗത്ത് ബ്ലോക്ക് പ്രസിഡൻ്റാണ്. ടീച്ചറെ ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ഈ പരിപാടിയിലേക്ക്. ഉദ്ഘാടകയായിട്ട് എത്തിയിട്ടുള്ള വളരെ ചെറിയൊരു പെൺകുട്ടി നമ്മളുടെ കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള ശ്രീമതി കരോളിൻ ജെറീഷാണ്.
കലോളിയെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള ഹോസ്പിറ്റലിലത്തെ ഡോക്ടർ ഗായത്രി ശ്രീകുമാർ ഡോക്ടറെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ചെറിയ കുട്ടി തന്നെയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഡോക്ടറുടെ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്, രോഹിണി മാഡത്തെയും ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നുള്ള ജില്ലാ ട്രഷറർ ശ്രീ ജോസ് കോട്ടപ്പറമ്പിൽ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ശ്രീ വി ജി ധർമ്മരാജൻ ബ്ലോക്ക് സെക്രട്ടറി തൃശ്ശൂർ സൗത്ത് സ്വാഗതം ചെയ്യുകയാണ്, ഏറെ സന്തോഷത്തോടു കൂടി തന്നെ. ബ്ലോക്ക് ട്രഷറർ ശ്രീ കെ വേണുഗോപാൽ അവരെയും സ്വാഗതം ചെയ്യുന്നു. ഒല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ കെ ആർ മോഹൻ മാസ്റ്ററെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. കൂർക്കഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ടി സി സുനിൽകുമാറിനെയും സ്വാഗതം ചെയ്യുന്നു. ഒല്ലൂർ യൂണിറ്റ് സെക്രട്ടറി ശ്രീ സ്റ്റാൻലി ഫ്രാൻസിസ് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് നല്ലൊരു പ്രാർത്ഥന തന്നുകൊണ്ട് സ്വീകരിച്ചിട്ടുള്ള നമ്മുടെ ശ്രീമതി ശാന്തനാരായണനെ വളരെയേറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ കണ്ണകുളങ്ങര യൂണിറ്റ് സെക്രട്ടറി ശ്രീ കെ ആർ ഡേവീസിനെ സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ പെൻഷൻ സുഹൃത്തുക്കളെയും വളരെ ഏറെ സന്തോഷത്തോടു കൂടി, ഒരുപാട് ആളുകളെ കാണുമ്പോൾ സന്തോഷമുണ്ട്, ഏറെ സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം പറയാനുള്ളത്, പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ കേട്ടോ. അതൊരു അപേക്ഷയാണ്. കാരണം നമ്മൾ 80 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെ ആദരിക്കുന്നൊരു ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പോകണം. അതുപോലെ ഡോക്ടർ നമുക്ക് വളരെ നല്ലൊരു ക്ലാസ് എടുത്ത് തരും. അതുകൂടി എല്ലാവരും അത് കേട്ടിട്ട് വേണം പോകാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിക്കും. എനർജി നമുക്ക് പങ്കെടുക്കാം, അല്ലേ? പങ്കിട്ടെടുക്കാം. അത് നമ്മൾ ആ ഊർജ്ജസ്വലത നമ്മുടെ പ്രസംഗം കേൾക്കുന്നതിലും, ഉദ്ഘാടന പ്രസംഗമായാലും ക്ലാസ്സായാലും കേൾക്കുന്നതിൽ നമ്മൾ കാണിക്കണം. എന്നാലും അവർക്ക് അതൊന്നും അയ്യോ വെറുതെ ഞാൻ വന്നു ക്ലാസ്സിന് ഒരു സമയം വെറുതെ ആയിന്ന് തോന്നിക്കരുത്. നമ്മളത് അവർ തരുന്ന നിർദ്ദേശം സ്വീകരിക്കാനുള്ള ഒരു ഊർജ്ജസ്വലത നമ്മൾ കാണിക്കണം. പിന്നെ നമ്മളെപ്പോഴും നേരിട്ട് എപ്പോഴും സംസാരിക്കുന്നവരായതുകൊണ്ട് ഈ വൃദ്ധദിനത്തിന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. അത് പറയാനായിട്ടുള്ള ഉദ്ഘാടകയുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡോക്ടറുണ്ട്. പിന്നെ ജില്ലാ ട്രഷറർ തന്നെ നമ്മുടെ യൂണിറ്റുകളിലെ ഭാരവാഹി ആയതുകൊണ്ട് ജില്ലയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയാൻ ജില്ലാ ട്രഷറുണ്ട്. പിന്നെ നമുക്ക് സ്വാഗതം പറഞ്ഞ ജില്ലാ കമ്മിറ്റി അംഗമുണ്ട്. അങ്ങനെ ഒരു സമ്പന്നമായ ഒരു നിര അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അധികം നീട്ടി പറയുന്നില്ല. ഒരു കാര്യം മാത്രം ഈ വൃദ്ധദിനത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ്. ഒരിക്കലും ഒരു ഡോക്ടറെ ഒരു രോഗീനെ കൊണ്ടുവന്നു. അപ്പൊ ആ രോഗി പരാതി പറയാണ്, എൻ്റെ മക്കളൊന്നും ഞാൻ പറയുന്നത് കേൾക്കണില്ല, എന്നെ പരിഗണിക്കുന്നില്ല, ശ്രദ്ധിക്കണമെന്നില്ല എന്ന്. ആ ഡോക്ടർ പറഞ്ഞ മറുപടിയാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഡോക്ടർ ആ രോഗിയോട് പറഞ്ഞു, അവരുടെ ഈ പ്രായത്തിലുള്ള ചിന്തകളും വ്യാപാരങ്ങളും കടന്നു വന്നവരാണ് നിങ്ങൾ. രോഗിയോട് പറഞ്ഞാണ്. അപ്പൊ നിങ്ങളുടെ പ്രായത്തിൽ, ഈ പ്രായത്തില് നിങ്ങൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ നിങ്ങളുടെ വികാര രീതികളിൽ ഉണ്ടാവുന്നു അത് അവർക്ക് തിരിച്ചറിയില്ല. പക്ഷെ അവർക്ക് ഈ പ്രായത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി എന്തായിരിക്കും, അവരുടെ ആഗ്രഹങ്ങൾ എന്തായിരിക്കും, അവരുടെ പ്രവർത്തന വഴി ഏതായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാം. നിങ്ങൾ കടന്നു വന്ന വഴിയാണ്. ആ ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചു. ശരിയാണ്, വളരെ ശരിയാണ്. നമ്മളൊക്കെ ഇപ്പൊ ആ പ്രായം കഴിഞ്ഞു വന്നവരാണ്. നമുക്കിപ്പോ തോന്നുന്നുണ്ടാവും മക്കള് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നമ്മളെ വേണ്ടത്ര പരിഗണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വേണ്ടത്ര സ്നേഹിക്കുന്നുണ്ടോ, നമ്മുടെ കാര്യങ്ങൾ അവർ ശരിയായ വേണ്ട ആലോചിക്കുന്നതൊക്കെ തൃപ്തികരമായ മറുപടി ആവില്ല. നമ്മൾക്ക് എപ്പോഴും നമ്മളിലേക്ക് ആ പെൻഡുലത്തിന്റെ സൂചി നമ്മുടെ നേരെ തിരിഞ്ഞു നിൽക്കണമെന്നോ നമ്മുടെ ആഗ്രഹം. നമ്മളെ ശ്രദ്ധിക്കണം, നമ്മൾക്ക് വേണ്ട പരിഗണന തരണം,
നമ്മളെപ്പോഴും നമ്മളുടെ പരിസരത്ത് അവരുണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകും. പക്ഷെ നമ്മളൊരു കാര്യം വിചാരിക്കുക, നമുക്ക് ആ പ്രായത്തിൽ, അവരുടെ പ്രായത്തിൽ നമ്മുടെ ചിന്ത എന്തായിരുന്നു, നമ്മുടെ പ്രവർത്തനം എന്തായിരുന്നു, നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കുന്നത് എങ്ങനെയായിരുന്നു, ഒക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിന് നമ്മുടേതായ ഒരു മറുപടി തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ കിടപ്പിലായവരും അതിൻ്റെ അടുത്ത് നിൽക്കുന്നവരായ നമ്മളെ പോലെയുള്ളവരെ മറ്റുള്ളവരെ എത്ര ശുശ്രൂഷിച്ചാലും, എത്ര സംരക്ഷിച്ചാലും, എങ്ങനെയൊക്കെ സ്നേഹം കാണിച്ചാലും പോരാ എന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത്. അത് മാറ്റണം നമ്മൾ. അവരുടെ വ്യഗ്രത പിടിച്ച ജീവിതത്തിലെ അവർ ജോലിക്ക് പോകണോ, അല്ലെങ്കിൽ അവർക്ക് കുടുംബകാര്യങ്ങൾ അന്വേഷിക്കണോ, അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ നേരെയുള്ള ശ്രദ്ധയ്ക്ക് കുറച്ച് കുറവ് വന്നേക്കാം. അത് ഒരു കുറവായിട്ട് നമ്മൾ കാണരുത്. നമ്മൾ അവരെ കൂടുതൽ അവരുടെ ആ വ്യഗ്രതയിലേക്ക് നമ്മളും ചെന്നുപെട്ട് അവരെ ആശ്വസിപ്പിക്കുന്ന വിധത്തിലായിരിക്കണം. പണ്ട് കാരണന്മാര് കല്യാണം കഴിച്ച് മകൻ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നാല് അമ്മമാർക്കൊക്കെ തോന്നുന്ന കാര്യമാണ്, ഇപ്പോ എന്നോടല്ല സ്നേഹം. അതുവരെ അമ്മ മാത്രമായിരുന്നു ചോറ് കൊടുക്കാൻ, അല്ലെങ്കിൽ വാതിൽ തുറന്നു കൊടുക്കാൻ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ അമ്മ മാത്രമായിരുന്നു. ഇപ്പൊ പുതിയൊരു ആള് വരുമ്പോ നമുക്ക് കിട്ടുന്ന സ്നേഹം കുറഞ്ഞു പോയോ എന്നൊരു തോന്നൽ നമുക്കുണ്ടാകാം. അങ്ങനെ വേണ്ട. നമ്മുടെ കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന പങ്കാളികളെ നമ്മുടേതായി സ്വീകരിക്കുകയും അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് അത് കുറച്ചു കൊടുക്കാനായിട്ട് നമ്മളാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അത് ചെയ്യുക. അങ്ങനെ നമ്മുടെ സ്നേഹം സർവ്വവ്യാപകമായി വളരുകയും തളിർക്കുകയും ഒക്കെ ചെയ്യട്ടെ എന്നൊരു ആശംസ മാത്രമാണ് ഈ വൃദ്ധദിനത്തിൽ നിങ്ങളെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളതും നിങ്ങളോടൊപ്പം അത് പങ്കുചെയ്യാനുള്ളൂ. എല്ലാവർക്കും വളരെ സ്നേഹപൂർവ്വം മറുപടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നതാണ്. ഇത് നമ്മളിവിടെ കൂട്ടഞ്ചേരി, കണ്ണംകുളങ്ങര, ഒല്ലൂർ യൂണിറ്റുകൾ സംയുക്തമായിട്ട് ചേർന്നിട്ടുള്ള ഒരു നല്ല യോഗ പരിപാടികളിലാണ് നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അധ്യക്ഷ പറഞ്ഞതുപോലെ ചെറുപ്പക്കാരിയായ ഉദ്ഘാടകയും ക്ലാസ് എടുക്കുന്ന ചെറുപ്പക്കാരിയായ ഡോക്ടറേക്കാൾ ചെറുപ്പമായിട്ടാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ അമ്മമാരും അപ്പന്മാരും ഇവിടെ ഇരിക്കുന്നത്. കാരണം ഞാൻ ഒരു കുറച്ച് നേരം വെയിൽ കൊണ്ട് വന്നപ്പോഴേക്കും ഞങ്ങളൊക്കെ വാടി. നിങ്ങളൊക്കെ ഈ പ്രായമായിട്ടും ഈ വെയിൽ, ഇന്നത്തെ വെയിലിന് ഭയങ്കര ചൂടാണെന്ന് എനിക്ക് തോന്നുക. ഈ നല്ല ചൂടിലും ഇതേപോലെ എനർജിയോട് കൂടി ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ മുന്നിൽ ചെറുപ്പം എന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി MD ഗ്രേസ്, മുഖ്യ പ്രഭാഷണം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജോസ് കോട്ടപ്പറമ്പിൽ, ആരോഗ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ ഗായത്രി ശ്രീകുമാർ, ദയ ഹോസ്പിറ്റൽ, ആശംസകൾ അർപ്പിക്കുന്ന VG ധർമ്മരാജൻ, K വേണുഗോപാലൻ ബ്ലോക്ക് ട്രഷറർ, KC ശ്രീകുമാർ കൂർക്കഞ്ചേരി യൂണിറ്റ് സെക്രട്ടറി, KR മോഹൻ മാസ്റ്റർ ഒല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ്, KR ഡേവിസ് കണ്ണംകുളങ്ങര യൂണിറ്റ് പ്രസിഡന്റ്, TC സുനിൽകുമാർ കൂർക്കഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ്, നന്ദി അർപ്പിക്കുന്ന ശ്രീ സ്റ്റാൻലി ഫ്രാൻസിസ് ഒല്ലൂർ യൂണിറ്റ് സെക്രട്ടറി. നമുക്ക് സ്വാഗതം ആശംസിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ മുൻ മേയറും കൂടിയായിരുന്ന അജിതേച്ചി, പ്രാർത്ഥന ചൊല്ലിത്തന്ന ശാന്തചേച്ചി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ എല്ലാവർക്കും വയോജന ദിനത്തിൻ്റെ ആശംസകൾ വളരെ സ്നേഹപൂർവ്വം നേരട്ടെ. നമ്മളിങ്ങനെ ഓരോ കൂട്ടായ്മകൾ കൂടിച്ചേരുമ്പോൾ, നമ്മളിത് പെൻഷനേഴ്സാണെന്ന് ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നത് അല്ലേ. നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ നല്ലൊരു കാലവും മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയോ കൂടി നടന്നു. കൂട്ടത്തിൽ നമ്മുടെ സർവീസും അതൊക്കെ കഴിഞ്ഞ് വിരമിച്ച് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്തരം നല്ല കൂട്ടായ്മകൾ മാത്രമേ നമുക്കൊരു സന്തോഷകരമായിട്ട് തോന്നുകയുള്ളൂ. ഇതുവരെ പിന്നാക്കം തിരിഞ്ഞാൽ ഓടിയ ചുവടുവയ്പ്പുകളും കഷ്ടപ്പാടുകളും മാത്രമാണ് നമുക്ക് ലഭിക്കാനുള്ളത്. പണ്ടത്തെ കാലത്തേലും വിട്ടിട്ട് ഇപ്പോഴത്തെ ഒരു തലമുറയിലേക്ക് വരുമ്പോൾ ഞാനൊക്കെ അതിൻ്റെ എൻഡിലേക്ക് വന്ന് നിൽക്കുകയാണ്. നമ്മുടെ തലമുറകൾ അനുഭവിച്ച ആ ഒരു സന്തോഷകരമായ നിമിഷങ്ങളൊന്നും ഇന്ന് നമ്മളുടെ കുഞ്ഞുമക്കൾക്കൊന്നും കിട്ടാനില്ല. നമ്മൾ ഓടിയ തോടുകളും പാടങ്ങളും പാടവരമ്പുകൾ, പഴങ്ങൾ പറിച്ച് കല്ലെറിഞ്ഞ് മാങ്ങ പൊട്ടിച്ചൊക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടവും അതിൽ നിന്ന് നമ്മുടെ ഈ ഡിജിറ്റൽ യുഗത്തിലേക്ക് ഒരു വിരൽത്തുമ്പിലേക്ക് എത്തുന്ന ഈ ഒരു കാലഘട്ടവും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. അത് അനുഭവിച്ച നമ്മളാണ് ഈ ഭൂമിയിൽ ജീവിച്ച ഏറ്റവും ഭാഗ്യവാന്മാരെന്നാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊക്കെ അതിൻ്റെ അതിർവരമ്പത്തൂടെ കടന്നു. എൻ്റെ മക്കളായിട്ട്
അതൊന്നും ഉണ്ടാവില്ല. അവർക്ക് തൊട്ടടുത്ത് ഒരാളെ അറിയില്ല, ഒരാളെ കണ്ടാൽ ചിരിക്കില്ല. അവരുടെ മുന്നിൽ ഇപ്പോൾ ഒരു ബസ്സിലായാലും ട്രെയിനിലായാലും എവിടെയെങ്കിലും യാത്ര ചെയ്താലും അപ്പുറം ഇപ്പുറം അവരുടെ കയ്യിൽ പാട്ട് കേൾക്കാനുള്ള സംവിധാനം ഉണ്ട്, അല്ലെങ്കിൽ ഫോൺ നോക്കിയിരിക്കുക. നമ്മളുടെ കാലത്ത് അങ്ങനെയല്ല. നമ്മൾ ട്രെയിനിലോ ബസ്സിലോ ആയി കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ആൾ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, എന്തായാലും ഇറങ്ങാറാകുമ്പോഴേക്കും അവരുടെ ഉറ്റ സുഹൃത്തായി മാറും നമ്മൾ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ വലിച്ചു പറിച്ച് നമ്മൾ ഈ ഒരു സമയത്തേക്ക് എത്തുമ്പോൾ ഈ സർവീസിൽ നിന്നൊക്കെ വിരമിച്ച് മുഷിഞ്ഞ് കുട്ടികളൊക്കെ അവരൊക്കെ ഒരുവിധം എല്ലാവരും അമ്മമാരും അപ്പന്മാരും തനിച്ചാവും വീടുകളിൽ ഉണ്ടാവുക. ആ ഒരു ഏകാന്തതയിലൊക്കെ ഇത്തരം കൂടിച്ചേരലുകൾ ഇനി നമ്മുടെ കേരളത്തിൽ അങ്ങോട്ട് എനിക്ക് തോന്നുന്നു പകൽ വീടുകളുടെ എണ്ണം അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളുടെ എണ്ണമൊക്കെ വളരെയധികം കൂടും. മക്കളൊക്കെ വിദേശത്താണ്, കാരണം നമ്മൾ അവരുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടി നമ്മളും സമ്മതത്തോടു കൂടി തന്നെയാണ് പറഞ്ഞയക്കുന്നത്. പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ മക്കൾക്ക് എത്രത്തോളം നമ്മളെ സ്വാധീനിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്കറിയാം. ആ ഒരു കാലഘട്ടത്തിൽ കൂടെ നമുക്ക് കടന്നു പോകുന്നില്ല, നമ്മൾ സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന ഈ ഇത്തരം സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഒട്ടും എന്താ പറയുക മടി കൂടാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കൂടാതെ ഇതിലൊക്കെ പങ്കുചേർന്ന് പോകും. ഇപ്പം 80 വയസ്സ് കഴിഞ്ഞവരെ ഇവിടെ ആദരിക്കപ്പെടുന്നുണ്ട്. 80 വയസ്സ് കഴിഞ്ഞ് ഇവിടേക്ക് എത്തിച്ചേരണമെങ്കിലൊക്കെ അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ എത്രത്തോളം നന്നാവും അല്ലേ? നമ്മുടെ ഞങ്ങളുടെ സമയത്തൊന്നും ഞങ്ങൾ 80ലേക്കൊന്നും എത്താനുള്ള യാതൊരു ചാൻസും കാണുന്നില്ല. അപ്പോൾ അതേപോലെ നിങ്ങൾ ഇത്ര ഊർജ്ജസ്വലരായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ തന്നെ ഞാൻ ദൈവത്തോട് തന്നെ നന്ദി പറയുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പിൽ മെസ്സേജ് കണ്ടത്, ഒരു റീൽസ് പോലെയാണ്. അമ്മയും മക്കളും, അമ്മാമ്മ അല്ലെങ്കിൽ വല്യമ്മ. ഞാൻ എൻ്റെ നാട് കോട്ടയം ആയതുകൊണ്ട് ഞങ്ങൾ അപ്പൻ്റെ അമ്മേനെ വല്യമ്മച്ചി എന്നാണ് പറയുക. ഇവിടെ ആകുമ്പോൾ നമ്മൾ അമ്മാമ്മ എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ അമ്മാമ്മ എന്ന് പറയില്ല. അപ്പോൾ എനിക്ക് ഈ പേരുകൾ പറയുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും അപ്പൻ്റെ അമ്മ ആള് റൂമിൽ ഇരിക്കുന്നുണ്ട്. മോനും ഭാര്യയും 2 കൊച്ചുമക്കളും അവർ മന്തി പുറത്തുനിന്ന് വാങ്ങി കഴിക്കുകയാണ്. നല്ല ചില്ലിൻ്റെ പ്ലേറ്റിലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അമ്മാമ്മ ഉള്ളിലാണ്. അപ്പോൾ ഈ മോൻ വന്നിട്ട് ചോദിച്ചു, അമ്മാമ്മ എന്തി? അമ്മാമ്മ ഉള്ളിലുണ്ട്, അമ്മാമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തു, അമ്മാമ്മ ചോറുണ്ടെന്നു പറഞ്ഞു. അപ്പോൾ ഇവർ നല്ല പ്ലേറ്റിൽ നന്നായിട്ട് മന്തി കഴിക്കുമ്പോൾ ഈ മോൻ പോയി നോക്കുകയാണ്, എന്താ അമ്മാമ്മയ്ക്ക് ഇവിടെ വന്നിരുന്ന് കഴിച്ചുകൂടെ ഡൈനിങ് ടേബിളിൽ? അല്ല അമ്മാമ്മ അവിടെ ഇരുന്നല്ലേ എന്നാ കഴിക്കുക, പ്രായമായവർ. അപ്പം അമ്മ പറയുന്ന മറുപടി എന്താ? പണ്ട് തൊട്ടേ പ്രായമായവർക്ക് കഴിക്കാനൊരു പ്ലേറ്റ് കഴിക്കുന്നത് റൂമിൽ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. അപ്പോൾ ഈ മോൻ പോയി നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ ചോറിങ്ങനെ വിരകിയൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ ഒരു റീൽസിലെടുത്തതായാലും ഭയങ്കര അർത്ഥമാണ് അതിൽ. അമ്മാമ്മയ്ക്ക് കഴിക്കാൻ പറ്റണില്ല, ഇവരിവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ അമ്മാമ്മേനെ നിർബന്ധിച്ച് വിളിച്ചിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ മോനാണ് ഈ അമ്മയുടെ കണ്ണ് തുറപ്പിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ ഈ പ്രായമായി കഴിയുമ്പോൾ, അമ്മാമ്മ ഇപ്പം കഴിഞ്ഞ് മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് ഞാൻ അമ്മയ്ക്ക് വെക്കും. കാരണം ഇത് കാലങ്ങളായിട്ട് കൈമാറി വരുന്നതാണല്ലോ ഈ പ്ലേറ്റും ഈ സംവിധാനം. അപ്പോൾ അത് വെച്ചാൽ അമ്മയ്ക്ക് വിഷമാവില്ലെന്ന് പറഞ്ഞാൽ അമ്മ കുറേ നേരമൊക്കെ തർക്കിച്ച് നിന്നു. പക്ഷേ അവസാനം അമ്മ ഞാൻ തോറ്റു, എൻ്റെ മോനാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചതെന്ന് പറഞ്ഞിട്ടൊരു റീൽസാണ്. യഥാർത്ഥത്തിൽ സംഭവങ്ങൾ വേണ്ടുവോളം നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഫീൽഡിൽ നടക്കുന്നത് കൊണ്ട് നടക്കുന്ന സംഭവങ്ങളും അറിയാം, ഏറെക്കുറെയൊക്കെ നന്നായി അറിയുന്നുമുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം ഇനി എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് എനിക്കും അറിയില്ല. ഞാനും 22-21 വയസ്സായ 2 ആൺമക്കളുടെ അമ്മയാണ്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മളതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മൾ നന്നായി വളർത്തി വലുതാക്കി അവിടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ല വിദ്യാഭ്യാസവും കൊടുത്തു. ഈ വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അവർ ജോലി നോക്കുക, അവരുടെ ജീവിതം അവർ സേഫാക്കുക. ബാക്കിയുള്ളത് ഇത്രയും നമ്മൾ റിട്ടയർമെൻറ്റ് ജീവിതം, ഒരു 50-60 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ നമുക്ക് ഇത്തിരി സ്ഥലങ്ങൾ കാണാനും ആരോഗ്യം ദൈവം അനുവദിച്ചാൽ കുറച്ച് സ്ഥലങ്ങൾ കാണുക, എൻജോയ്മെൻറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ. പക്ഷേ നമ്മുടെ പഴയ തലമുറയിലെ അമ്മമാരെന്ത് ചെയ്യുമോ മക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെ അപ്പന്മാർ അരമുറുക്കി ഉള്ളതെല്ലാം ശേഖരിച്ചവർക്ക് കൊടുക്കുക. അവരൊരു യാത്ര പോവുകയോ ഒന്നിലൊരു സന്തോഷങ്ങൾ അവർ കണ്ടെത്തില്ല. ഒരു സിനിമയ്ക്ക് പോയി ഒരുമിച്ചൊന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കുക അതൊന്നും അവർ ചിന്തിക്കുന്ന പോലും വരും. പക്ഷേ ഇനിയുള്ള കാലം നമ്മൾ മക്കൾക്ക് വിദ്യാഭ്യാസം മാത്രം കൊടുക്കുക. ഞാൻ ഉൾപ്പെടുന്ന ഒരു മാതാവാണ് പറയുന്നത്, വിദ്യാഭ്യാസം കൊടുക്കുക. ആ വിദ്യാഭ്യാസത്തിലൂടെ അവരിനി അവരുടെ ജീവിതം കെട്ടിപ്പടുക്കട്ടെ. ബാക്കി നമുക്ക്, കാരണം ഇനിയുള്ള കാലങ്ങളൊക്കെ ആയുസ്സുകളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിൽക്കുന്ന സ്പോട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ കൊറോണ ബാധിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ദുരന്തം വല്ലാതെ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. ഉള്ള ജീവിതം നമ്മൾ സന്തോഷകരമായിട്ട് കുടുംബത്തോടൊപ്പം ജീവിക്കുക, കൊച്ചുമക്കളോടൊപ്പം ജീവിക്കുക. ഇന്ന് നല്ല ഈ ഒരു കൂട്ടായ്മയിൽ ഈ വയോജന ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകൾ വളരെ സ്നേഹപൂർവ്വം നേരുന്നു. ഒത്തിരി പരിചയ മുഖങ്ങളുണ്ട്. എൻ്റെ അമ്മായി അച്ഛനും ഉണ്ട് ഇതിൽ. ഞാൻ വന്നപ്പോഴേ കണ്ടു, ആർക്കും പരിചയമില്ല. ഞങ്ങളുടെ തലയൂരിൽ അന്നംകുട്ടി അമ്മായി അച്ഛനും ഇവിടെ ഉണ്ട്. അപ്പോൾ വളരെ സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വയോജനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഇത്രയും മനോഹരമായ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.
ആഗസ്റ്റ് 7 നടത്താനായിട്ട് നമ്മളൊരു ധർണ നടത്താൻ തീരുമാനിച്ചിരുന്നല്ലോ. അത് മുഴുവൻ ഡിമാൻഡ്സ് നമ്മളെ സംബന്ധിച്ചാണ്. നമുക്ക് കുടിശ്ശികയായിട്ടുള്ള 7 ഗഡു DA, നമുക്ക് കിട്ടാനുള്ള പെൻഷൻ്റെ ഏരിയർ, അതുപോലെ തന്നെ DCRGയുടെ ഏരിയർ, നമുക്ക് 70 വയസ്സ് കഴിഞ്ഞാൽ അധിക പെൻഷൻ കിട്ടേണ്ടത്, 20 വർഷ സർവീസിന് ഫുൾ പെൻഷൻ കിട്ടേണ്ടത്, അങ്ങനെ മൊത്തം നമ്മളെ ബാധിക്കുന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് ആഗസ്റ്റ് 7 ആ പണിമുടക്ക് ധർണ നടത്താൻ തീരുമാനിച്ചത്. പക്ഷെ അത് മാറ്റിവെക്കപ്പെടുന്ന സാഹചര്യം നമുക്കറിയാം. വയനാട് ദുരന്തം വന്നതിന്റെ ഭാഗമായിട്ട് അത് മാറ്റിവെച്ചു. ഒക്ടോബർ 10 അത് വീണ്ടും നടത്താനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതിന് നോട്ടീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളിൽ എല്ലാവർക്കും നോട്ടീസ് എത്തും. അപ്പോൾ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഇത് സംസ്ഥാന കമ്മിറ്റിയിലെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുന്ന അന്ന് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അത് രണ്ടും ഇന്ന് ഒരുപോലെ നടക്കില്ല. കാരണം മുഖ്യമന്ത്രിക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. പക്ഷെ ജില്ലകളിലൊക്കെ തന്നെ ഈ വരുന്ന 10 കൊടുക്കുന്നത്. 10 നമ്മൾ ധർണ നടത്തുന്നത്. നോട്ടീസിന് വേറെ കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ധർണയിൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള യൂണിറ്റുകൾ, ബ്ലോക്കുകൾ എന്ന രീതിയിൽ 20% ആളുകൾ നമ്മൾ പങ്കെടുക്കണം. കാരണം രാവിലെ 10 മണിക്ക് പടിഞ്ഞാറക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് കളക്ടറേറ്റിലേക്ക് എത്തുകയും അവിടെ ഒരു സമ്മേളനം ഒരു 3-4 ആൾ പ്രസംഗിക്കുകയും പരിപാടി അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ 20% നമ്മുടെ ഈ ബ്ലോക്ക്, തൃശ്ശൂർ ഈസ്റ്റ്, അതുപോലെ തന്നെ പുഴയ്ക്കൽ ബ്ലോക്ക്, ടൗണിനോട് ചുറ്റിപ്പറ്റി എടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് 20% മെമ്പേഴ്സ് അവിടെ എത്തിച്ചേരാനും മറ്റുള്ള ബ്ലോക്കുകളിൽ നിന്ന് 10% എത്തിച്ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആളുകൾ 20% എത്താവുന്ന രീതിയിലുള്ള ഒരു പങ്കാളിത്തം ഉണ്ടാവണം. മുഴുവൻ പേരും അത് സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ക്രിസ്ത്യൻ കാർഡ് സൊസൈറ്റിയുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ പോവാനായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ പോവാനായിട്ട് എന്നെ അനുവദിക്കണമെന്നും കൂടെ പറഞ്ഞു നിർത്തുന്നുണ്ട്. മുഴുവൻ പേർക്കും ബ്ലോക്ക് കമ്മിറ്റിയുടെ ആശംസകൾ അർപ്പിക്കുന്നു. വിശദമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഈ ജീവിത സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നവരെ ഓർക്കുവാനും ആദരിക്കുവാനും ഈ വയോജനം ആദരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ വയോജനങ്ങൾക്കും അതേപോലെ തന്നെ താഴ്ന്ന വരുമാനക്കാർക്കുള്ള ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള ഫണ്ടുകളെ വെട്ടി കേന്ദ്ര സർക്കാരും മറ്റു സർക്കാരുകളൊക്കെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രായമായവരെ ഒരു അവഗണിക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ മറ്റ് സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നിരവധി നിയമങ്ങൾ ഈ വയോജനങ്ങൾക്ക് വേണ്ടി നിരവധി നിയമങ്ങളുണ്ടെങ്കിലും പക്ഷേ കാര്യക്ഷമമായി ഇപ്പോഴും ആ നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് അധികാരികൾ ചിന്തിക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ ഈ ആഗോളവൽക്കരണ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായി ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുകയും അതുപോലെ തന്നെ നിലവിലുള്ള പെൻഷൻ സമ്പ്രദായം തന്നെ ഇല്ലാതാക്കുന്ന നടപടികളാണ് വരുന്നത്. പല രാജ്യങ്ങളിലും ഈ പെൻഷൻ പ്രായം 64 വയസ്സ് വരെ വർദ്ധിപ്പിക്കുന്ന നടപടികളുണ്ടാവുന്നത്. അതേപോലെ തന്നെ ഇത്തരം നയങ്ങൾക്കെതിരെ ശക്തമായ ഒരു പ്രതിരോധം തീർക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിവാദ്യങ്ങൾ രേഖപ്പെടുത്തും. സദസ്സിലുമുള്ള എല്ലാ മാന്യവ്യക്തികൾക്കും നമസ്കാരം. ഒക്ടോബർ 1 എന്നുള്ള ആ സവിശേഷത എല്ലാവർക്കും അറിയാൻ വേണ്ടി പ്രത്യേകമായി അതിനെപ്പറ്റി അറിയാത്തൊരാരും ഉണ്ടാവില്ല. എന്തിനാണ് ഈ വയോജന ദിനം നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനെ ഒരു ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്? അത് നമ്മളെ വയസ്സായി കഴിഞ്ഞാൽ, പ്രായമായാൽ എല്ലാ വീട്ടിൽ പോലും ഈ വയസ്സായവരെ അവഗണിക്കുന്ന ഒരു പതിവാണ് ഇപ്പോൾ ഇന്ന് കാണുന്നത്. കാരണം പ്രായമായവരെ മക്കളെല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ പ്രായമായവരെ വിളിക്കാതെ അവരെ ഒരു മുന്നിലിരുത്തി ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രവണത ഇന്ന് നാം കാണുന്നുണ്ട്. അതിനെ പറ്റിയൊരു വീഡിയോ തന്നെ നമ്മുടെ മൊബൈലിൽ വന്നിട്ടുണ്ട്. ആ ഒരു പ്രവണത മാറ്റി നമുക്ക് മാന്യമായ വയസ്സായവരെ നല്ല രീതിയിൽ പരിഗണിക്കണം. അവരെ സമൂഹത്തിൽ മാന്യമായ രീതിയിൽ അവരെ നടത്തിക്കണമെന്നുള്ള ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ ഒരു ഓർമ്മ തന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ദിനം ഇളവൻ, വയസ്സൻ, മുതിർന്നവർ, വൃദ്ധനെന്നും മാറ്റി പറയാതെ ഒരു സീനിയർ ഡേയാക്കി ഇത് മാറ്റണമെന്നാണ് ഇപ്പോൾ അഭിപ്രായം വന്നിട്ടുള്ളത്. അതിനെപ്പറ്റി മൊബൈലിലൊരു വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നതിൽ വേഗം അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മൊബൈലിൽ മെസ്സേജ് വായിച്ചാൽ അറിയാം. എന്നെ വായിക്കാൻ പോകണം, കേൾക്കണം. പ്രിയമുള്ളവരെ, സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. ഒരു നീണ്ട പ്രസംഗത്തിലൊന്നും ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ വരുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ എന്തിനാണ് നമ്മളിങ്ങനെ വയോജന ദിനം ആചരിക്കുന്നത് എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അതൊരു ചടങ്ങ് പോലെ
നടത്തുന്നു എന്നതിനപ്പുറം അതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ ഇന്നിവിടെ നടന്ന ഡോക്ടറുടെ ക്ലാസ് കേട്ടപ്പോൾ ഈ ദിനം ഇതുപോലുള്ള ക്ലാസ്സുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് ഏറ്റവും പ്രയോജനകരമായി തീരും എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ഡോക്ടർ പ്രതിപാദിച്ച മിക്കവാറും എല്ലാ രോഗങ്ങളും ചെറിയ തോതിലെങ്കിലും ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞത് എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ വയോജനങ്ങളെ അവഗണിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ നമ്മുടെ സെക്രട്ടറിയൊക്കെ പ്രതിപാദിക്കുകയുണ്ടായി. ശരിയാണ്, നമുക്ക് പല ആനുകൂല്യങ്ങളും മുൻ സർക്കാരുകളൊക്കെ നൽകിയിരുന്നു, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്. അതൊക്കെ പുതിയ ഗവൺമെൻറ് ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഇപ്പോൾ പുതിയൊരു ഇൻഷുറൻസ് പദ്ധതി വന്നിരിക്കുന്നു, നിങ്ങൾക്കറിയാമല്ലോ, ആയുഷ്മാൻ ഭാരത്. അതൊന്നും പ്രായോഗികമാകാൻ പോകുന്നില്ല എന്ന് വിവരമുള്ള എല്ലാവർക്കും അറിയാം. കാരണം അതിൽ 60% ഫണ്ട് സംസ്ഥാന സർക്കാർ വഹിക്കണം, 40% കേന്ദ്രത്തിൽ നിന്ന് കിട്ടുക. നമ്മുടെ ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെ ഫണ്ട് കിട്ടാനുള്ള ഒരു സാധ്യതയൊന്നും കാണുന്നില്ല. ഒരുപാട് പദ്ധതികൾ ഗവൺമെൻറ് ആവിഷ്കരിക്കുന്നുണ്ട്, പക്ഷേ ഫണ്ട് കൊടുക്കുന്നില്ല. ഗവൺമെൻറ്റുകൾ കേരള ഗവൺമെൻറ് പ്രത്യേകിച്ച് കൊടുക്കുന്നില്ല, മറ്റ് ഗവൺമെൻറ്റുകൾ കൊടുക്കുന്നില്ല. അപ്പോൾ കേരള ഗവൺമെൻറ് തന്നെ ഇതൊക്കെ ഇതിനുള്ള ഫണ്ടൊക്കെ കണ്ടെത്തി ആ ഇൻഷുറൻസ് പദ്ധതി എങ്ങനെ നടപ്പിലാക്കും? അപ്പോൾ അതൊന്നും പ്രായോഗികമാവുകയില്ല. ചുരുക്കി പറഞ്ഞാൽ എല്ലാം ഒരു പൊടിയിടലാണ്, കണ്ണിൽ പൊടിയിടുക എന്ന് പറയുമല്ലോ. അത്തരം രീതിയിലാണ് ഗവൺമെൻറ്റുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശബ്ദമുയർത്താൻ വേണ്ടി ഇതുപോലുള്ള ദിനങ്ങൾ പ്രയോജനപ്പെടുത്തണം. നമ്മൾ വെറുതെ കൂടിയിരുന്ന് സംസാരിച്ച് പിരിഞ്ഞ് ചായ കുടിച്ച് പിരിഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ യൂണിയൻ എന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്, വയോജനം എന്ന രീതിയിൽ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ശക്തമായ രീതിയിൽ പ്രതികരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇന്നത്തെ ദിനത്തിന്, വയോജനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. മാന്യ പെൻഷൻ സുഹൃത്തുക്കളെ, വളരെയധികം സമയം നീണ്ടുപോയതിനാൽ ഇന്നത്തെ വയോജനത്തിൽ ഒല്ലൂര്, കുറുക്കഞ്ചേരി, കണ്ണംകുളക്കര സംയുക്തമായി സർവദേശീയ വയോജനത്തിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു. വേദിയിലെ സദസ്സിലെ ബഹുമാന്യരെ, എല്ലാവരും സൂചിപ്പിച്ച പോലെ ഈ വൈകിയ വേളയിൽ കൂടുതലായി എന്തെങ്കിലും സംസാരിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല, അതിന് പ്രസക്തി. ഇത്തരത്തിലൊരു വയോജന ദിനാചരണം പറഞ്ഞ പോലെ എന്തിനാണ് എന്ന് പലപ്പോഴും തോന്നിപ്പോവാറ്, തിരിഞ്ഞു പോകുമ്പോൾ. പക്ഷെ ഇന്ന് വ്യത്യസ്തമായി ഇവിടെ നല്ല ഒരു ആരോഗ്യ ക്ലാസ്. ഞാൻ ഓർക്കുന്ന കഴിഞ്ഞ വർഷമൊക്കെ ഒരു ആരോഗ്യ ക്ലാസ് 10 മിനിറ്റാണ്, 10 മിനിറ്റ് 15 മിനിറ്റ് എന്താണ് അവർ പറഞ്ഞതെന്നും എന്താണ് കേട്ടതെന്നും മനസ്സിലാകാത്ത രീതിയിലായിരുന്നു ക്ലാസ്. എന്നാലും അത് ഒരു പുതിയ കാൽവെപ്പാണ്. അടുത്ത തുടർന്നുള്ള വർഷങ്ങളിൽ ഇത്തരത്തിൽ നല്ല ക്ലാസുകൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ ലോക വയോജന ദിനം എല്ലാവരും അറിഞ്ഞുകൊണ്ട്, ഇപ്പോൾ രാവിലെ ഏത് പത്രമെടുത്താലും ഏത് മാധ്യമങ്ങളിലൂടെയായാലും വയോജന ദിനം എല്ലാവരും അറിയുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഭാഗമായി എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ പുതിയ സംരംഭങ്ങൾ ഓരോ വർഷവും ആരംഭിക്കാൻ ഗവൺമെൻറ്റുകൾ കൂടി മുന്നിട്ട് ഇറങ്ങേണ്ടതുണ്ട്. കാരണം ഇന്ന് പ്രത്യേകിച്ചും ഇവിടെ പറഞ്ഞു 23% ഡോക്ടർ പറഞ്ഞു. കേരളത്തിലൊക്കെ വലിയൊരു ശതമാനം ഈ സീനിയർ സിറ്റിസൺസിൻ്റെ എണ്ണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന
സന്നദ്ധ സേവനമായാലും മറ്റു രീതിയിലായാലും ചെയ്യാൻ കഴിയാവുന്ന മേഖലകളിലേക്ക് ഗവൺമെൻറ് ശ്രദ്ധിക്കണം. അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ ഒരു അവഗണനയുടെ കാര്യം, പ്രത്യേകിച്ചും നമ്മളൊക്കെ ഒരു സമയം വരെ ഉപയോഗപ്പെടുത്തിയിരുന്ന റെയിൽവേ കൺസെഷൻ കോവിഡ് കാലത്തോടുകൂടി അത് ഇല്ലാതായിരിക്കാം. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരു തീവണ്ടിയിൽ യാത്ര ചെയ്യാണ്. 2 ടിക്കറ്റ് പകരം 1 ടിക്കറ്റ് മതിയായിരുന്നു. സീനിയേഴ്സാണ്. വലിയ ഒരു ആനുകൂല്യം എത്രയോ വർഷങ്ങളായി ഇന്ത്യ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു ആനുകൂല്യം ഗവൺമെൻറ് പെട്ടെന്ന് നിർത്തലാക്കി. പിന്നീട് അത് നമ്മളടക്കം അത് ഇപ്പോൾ മറന്നിരിക്കുക. എന്നാൽ ഇന്ന് വ്യത്യസ്തമായി നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, വൃദ്ധജനങ്ങൾക്ക് കൂടുതൽ അവരെ ശ്രദ്ധിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എല്ലാ രംഗത്തും എന്ന പോലെ ഇവിടെയും അത് കൂടുതലാണ് എന്ന് പറയാതിരിക്കാൻ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നടപ്പിലാക്കിയ ഈ സാമൂഹ്യ പെൻഷൻ വലിയ ഒരു നേട്ടം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച്. അവർക്ക് കിട്ടുന്ന മാസം 1600 രൂപയായാലും ചെറിയ സംഖ്യയായാലും അത് ഇന്ന് കേരളത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്. അവരിൽ അതുണ്ടാക്കുന്ന ആത്മവിശ്വാസം, ആ കുടുംബാന്തരത്തിൽ അവർക്ക് കിട്ടുന്ന അംഗീകാരം വലിയ ഒരു നേട്ടം. ആ പണം എന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് സമൂഹത്തിൽ ഒരു അംഗീകാരമുണ്ട്. അവർ ഒരു കടയിൽ പോയി ചായ കുടിക്കാൻ ചെന്നാൽ ഈ ചേട്ടൻ നാളെ എനിക്ക് ആ കാശ് തരും എന്ന് മീഡിയക്കാരന് ഉറപ്പ് നൽകുന്ന ഒരു സംവിധാനം കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടും അഭിനന്ദനാണ്. ഇത്തരത്തിൽ പല മേഖലകളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടും. എന്നിട്ടിപ്പോൾ ഇന്ത്യ രാജ്യത്ത് പുറത്തു പോയാൽ സീനിയർ സിറ്റിസൺസിന് ഒരുപാട് പ്രത്യേക ക്യൂ നിൽക്കുന്നതിലായാലും സീറ്റ് സംവിധാനങ്ങളിലായാലും ഒരുപാട് സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ രീതിയിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും നമുക്കറിയാം, എല്ലാവർക്കും ഇപ്പോൾ ഈ റാങ്ക് എന്താക്കിക്കൊണ്ട് വീൽ ചെയർ സംവിധാനങ്ങളിലേക്കൂടെ കയറാനുള്ള സംവിധാനം ഇതൊക്കെ ഇപ്പോൾ നിർബന്ധമായിട്ട് കെട്ടിട നിർമ്മാണത്തിലൊക്കെ അത് നിർബന്ധമായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഇത്തരത്തിൽ ഈ സമയത്തെല്ലാം അത്തരം നമ്മുടെ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ നേടിയെടുക്കാനും വേണ്ട കാര്യങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും ഇനി ഒരുപാട് കാലം ഇതുപോലെ വയോജന ദിനാചരണത്തിൽ വീട്ടിൽ നിന്നും ഇവിടെ വന്ന് പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭാവിക്ക് വേണ്ടി പണി ചെയ്ത മാനവർ പാടുപെട്ടേറെ പഠിപ്പിച്ചു മക്കളെ, നാടിന്റെ ക്ലേശങ്ങളേറെ സഹിച്ചവർ, വാർദ്ധക്യമേറി ജനാധാരം കൊണ്ടവർ, ആരോഗ്യമേറെ ക്ഷയിച്ചിരുന്ന രോഗികൾ, മക്കളിലേറെ വിദേശത്തിലാണവർ, തക്ക സമയത്തിൽ ആരുമില്ലാശ്രയം, വൃദ്ധസദനത്തിലാക്കുന്ന വൃദ്ധരെ, വൃദ്ധമാ ബാധ്യത മാത്രമോ മക്കളെ, വേഗത കൊണ്ട് തളരുന്ന വേളയിൽ വീണ്ടും പരിചര്യ ആരുണ്ട് ചെയ്യുവാൻ, പട്ടിതക്കൂട്ടിൽ കിടത്തി മാതാവിനെ പൂട്ടി പുറത്തേക്ക് പോയി വരുന്നു ചിലർ, ക്ഷേത്രപ്പറമ്പിൽ നടന്നള്ളി വൃദ്ധരെ മിത്രങ്ങളൊത്തു സുഖിക്കുന്നതും ചിലർ, മാതാപിതാക്കളെ തള്ളുന്ന മക്കൾക്കായി മാതൃകാപരമായ ശിക്ഷയേകിയിടണം. പെൻഷൻ എന്നാലത് സേവന വേതന സമ്പാദ്യ പദ്ധതി ഏകുന്ന സ്വാതന്ത്ര്യം, പഞ്ചായത്ത് രാജും ഡിവിഷൻ കൗൺസിലും സഞ്ചിതമാം നിധി സംഭരിച്ചിടണം. വൃദ്ധവിലാപങ്ങൾ കാണോർത്തറിയണം, ബാധ്യതാപൂർവം പരിചരിച്ചിടണം. സ്നേഹവചസ്സിനാൽ സ്വാതന്ത്ര്യമേകണം, സ്നേഹമാണ് ഔഷധ മൂല്യപ്രദായകം. വൃദ്ധസംരക്ഷണം സാമൂഹ്യ ബാധ്യത, ബദ്ധശ്രദ്ധുക്കളാകണം സത്വരം. ഇത്രയും പറഞ്ഞുകൊണ്ട് നടത്തുന്നു.